നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ അപകടത്തിൽപ്പെട്ട ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ്. നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ എംഎൽഎയുടെ നില അതീവ ഗുരുതരമായിരുന്നു. സംഘാടകരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹൈബി ഈഡൻ എംപിയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. നിലവിൽ ഉമാ തോമസിന് CT സ്കാൻ ചെയ്യുകയാണ്. അതിന്റെ ഫലം വന്ന ശേഷം ചികിത്സയിൽ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരുന്നു. നിലവിലുള്ള ചികിത്സാ രീതി തുടരുക എന്നത് തന്നെയാണ് അവരും പറയുന്നത്. ഇപ്പോൾ നില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. സ്കാനിങ്ങിന് ശേഷം ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ഡോക്ടർമാർ അറിയിക്കും. ശ്വാസകോശം സംബന്ധിച്ചുള്ള ചികിത്സയിലാണ് ഇപ്പോൾ നടക്കുന്നത്. കുറച്ച് സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സയാണ് നൽകുന്നത്. നിലവിൽ വെന്റിലേറ്ററിലാണ്. കുറച്ചു സമയം കൂടി ഇത് തുടരേണ്ടി വരും. സംഭവത്തിൽ ഗൗരവകരമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്. സംഘാടകർക്ക് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഗിന്നസ് റെക്കോർഡ് നൽകാമെന്ന് പറഞ്ഞ് നർത്തകിമാരിൽ നിന്നും പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. അവർക്കും പോലീസിൽ പരാതി നൽകാം. അതേസമയം നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. മൃദംഗ വിഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജീവന് ഭീഷണിയാകും വിധം അപകടകരമായ സ്റ്റേജ് നിർമ്മിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തത്. 14 അടിയോളം ഉയരത്തിൽ നിന്ന് വീണ ഉമാ തോമസിന് ഗുരുതരമായ പരിക്കുകളാണുള്ളത്. വാരിയല് പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റു. തലച്ചോറിലും മുറിവേറ്റെന്നും നട്ടലിന് പരിക്കുണ്ടെന്നും കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ നേരത്തെ അറിയിച്ചു. ബോധം, പ്രതികരണം, ഓർമ്മ എന്നിവയെ ബാധിക്കാവുന്ന ക്ഷതങ്ങളാണ് ഏറ്റിട്ടുള്ളത്. പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല ഉണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. സ്റ്റേജ് നിർമ്മിച്ചത് മതിയായ സുരക്ഷയില്ലാതെ അശ്രദ്ധമായെന്ന് FIR-ൽ പറയുന്നു. BNs 125, 125B, 35 എന്നിവ അനുസരിച്ചാണ് സ്റ്റേജ് കെട്ടിയവർക്കും പരിപാടിയുടെ സംഘാടകർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിലാക്കുന്നതിനെതിരെ നടപടിയെടുക്കുന്നതിനാണ് 125-ാം വകുപ്പ്. പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലം ഇല്ലായിരുന്നിട്ടും ബലമുള്ള കൈവരി സ്ഥാപിച്ചില്ലെന്നും FIR-ലുണ്ട്. ഗുരുതര പരിക്കേറ്റ MLA പാലാരിവട്ടം റിനൈ ആശുപത്രിയിലെ വെന്റിലേറ്റർ നിരീക്ഷണത്തിലാണ്. MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകികളുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിലിരിക്കെയാണ് അപകടം. MLA ഉമാ തോമസ് വേദിയിലെത്തി 3-ാം മിനിറ്റിലായിരുന്നു അപകടം. GCDI ചെയർമാൻ K ചന്ദ്രൻപിള്ളയ്ക്ക് പിന്നാലെയാണ് MLA വേദിയിലേക്ക് എത്തിയത്. മുൻനിരയിൽ വന്നിരുന്ന ഉമാ തോമസ്, മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ വേദിയുടെ ഇടത്തെ അറ്റത്ത് ഇരിക്കുന്നത് കണ്ടാണ് ചെറുപുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്തത്. തുടർന്ന് കസേരകൾക്കും ക്യൂ മാനേജറിനും ഇടയിലെ അല്പസ്ഥലത്തുകൂടി മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു. സപ്പോർട്ടിനായി പിടിച്ചത് ക്യൂ മാനേജറിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുറ്റിയിൽ. നാടകളുമായി ബന്ധിപ്പിച്ചിരുന്ന 3 കുറ്റികളും താഴേക്ക് തെറിച്ചു വീണു. നിലതെറ്റിയ MLA ഒപ്പം താഴേക്ക് വീണു. തല ശക്തിയായി അടിച്ചത് തറയിലിട്ടിരുന്ന കോൺക്രീറ്റ് തറയോട്ടിയിൽ. കൺമുന്നിൽ നടന്നത് വിശ്വസിക്കാനാവാതെ വേദിയിൽ ഉണ്ടായിരുന്നവരെല്ലാം സ്തംഭിച്ചു നിന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായത്. തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകി 1 മിനിറ്റോളം MLA ബോധമറ്റ നിലത്ത് തന്നെ കിടന്നു. വേദിയുടെ അല്പം അകലെ സ്ഥാപിച്ചിരുന്ന ഉയരമുള്ള താൽക്കാലിക സ്റ്റാൻഡിൽ നിന്ന് പരിപാടി കവർ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണ് അപകടം കണ്ട് ഇത് അറിയിച്ചത്. ഇതോടെ എല്ലാവരും MLAക്ക് സമീപത്തേക്ക് ഓടിയെത്തി. വേദിയിൽ നിന്ന് താഴേക്ക് ഓടിയെത്തിയ സംഘാടകർ ആംബുലൻസ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് MLA താങ്ങിയെടുത്ത് ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.